ഹലോ, ഹായ് മുത്തു മനസ്സുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ചക്ക കേട്ടോ. നമുക്കിത് പുളി വെച്ച ചക്കയാണേ. അപ്പം നമുക്ക് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേനും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം, നമുക്കൊക്കെ എളുപ്പത്തിൽ കഴിക്കാമല്ലോ. അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ റെഡിയാക്കി വെക്കാം കേട്ടോ. പിന്നെ ഒഴിവുള്ള സമയത്ത് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തു വെക്കും. പിന്നെ എന്നാൽ മക്കൾ വന്നാൽ ഇതൊക്കെ ഇരിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ ചാഴയും പുളി വെച്ച ചക്കയിലൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ക്ലീനാക്കി വെച്ചാൽ എന്താണോ എളുപ്പമാണല്ലോ അവർക്ക് കഴിക്കാനും, ഞമ്മക്കും എളുപ്പമാണ്. പിന്നെ ഒരു അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചക്ക തിന്നും, കുരു അങ്ങോട്ടും ഇടും ഇങ്ങോട്ടും ഇടും. അപ്പം ഞമ്മക്കതിങ്ങനെ പെറുക്കി എടുക്കണ ഒരു പണി ഉണ്ടാവും. അപ്പം ഇത് ഒരു എളുപ്പമുള്ളൊരു പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചാൽ തിന്നണവർക്കും എളുപ്പമാണ്, ഞമ്മക്കും പണി കുറഞ്ഞു കിട്ടും കേട്ടോ. നമ്മളെല്ലാ പണികളും കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ വരാൻ വെറുതെ ഇരിക്കുന്ന ടൈമിനൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ എന്താണ് എളുപ്പമാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നിപ്പം എന്ത് വേണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്ന സമയത്താണ് നമ്മളെ ചക്ക നല്ല നല്ല പഴുത്തിട്ടുമില്ല, ഒരു പുളി വെച്ചത് നല്ല ടേസ്റ്റാണല്ലോ. പുളി വെച്ചൊരു ചക്ക കഴിക്കാൻ ഒരു മധുരവും, പിന്നെ പഴുത്ത് അളങ്ങിയാലൊന്നും ഇവിടെ മക്കൾക്കും ഞങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. ഇതുപോലത്തെ ഒരു പുളി വെച്ച ചക്കയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഞാൻ ഇതിങ്ങനെ റെഡിയാക്കി വെച്ച് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ എളുപ്പത്തിൽ കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള ചക്കക്കുരു അത് മാറ്റി വെക്കണം. പിന്നെ പഴയ കാലമൊക്കെ വെച്ച് കുറച്ചൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടോ, ഈ ചക്കക്കുരു നമ്മളിങ്ങനെ ചുട്ട് അടുപ്പിൽ കണലിൽ ഇങ്ങനെ ചുട്ടിട്ട് ഇങ്ങനെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അങ്ങനത്തതൊന്നും ആരും ചെയ്യല്ലേ. അതൊക്കെ ഒരു പ്രത്യേക ഒരു അന്നത്തെ കാലത്ത് ഒരു ഭയങ്കര ഇതാണ്. ചക്ക മാങ്ങ അതൊക്കെ നമ്മൾ ഈ കിളി കൊത്തിയതാണെങ്കിലും നമ്മൾ എടുത്ത് കഴിക്കണേ. ഇപ്പോഴാണല്ലോ അതിനൊന്നും പറ്റൂരല്ലോ. ഇപ്പോൾ ഓരോ അസുഖങ്ങളും കാര്യങ്ങളും വവ്വാല് തൊടലും അങ്ങനത്തെ ഒക്കെ ഓരോരോ കാര്യങ്ങളാണല്ലോ. അന്നത്തെ കാലത്ത് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ലാണ്. വവ്വാലും കിളി കൊത്തിയതും അതിൻ്റെ ഒക്കെ ബാക്കി തിന്നേണ്ടായിന്. ഇപ്പം നമുക്ക് മക്കൾക്ക് തന്നെ മാങ്ങ അങ്ങനത്തതൊന്നും വലിയൊരു ഇഷ്ടമല്ലാത്തൊരു കാലം. ആദ്യമൊക്കെ നമ്മൾ ഈ മാങ്ങയൊക്കെ ഉണ്ടായത് മാവിൻ്റെ ചോട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. മാങ്ങ ഒന്ന് വെക്കുമ്പോൾ എല്ലാവരോടും കൂടി ഓടി അത് ഒരു മാങ്ങക്ക് വേണ്ടിയിട്ട് എത്ര ആൾക്കാരാണ് ഉണ്ടാവർ. അത് അങ്ങനത്തെ ഒരു കാലം. ഇപ്പം അങ്ങനത്തതൊന്നും വേണ്ട, ഇതൊക്കെ ഒരു ഓർമ്മകൾ മാത്രമായി പോയിട്ടോ. ഇപ്പോൾ ഒക്കെ റെഡിമെയ്ഡ് സാധനങ്ങൾ തന്നെ ഓൾക്ക് പോലെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുകയാണല്ലോ. അതുകൊണ്ട് ഓൾക്ക് വലിയൊരു ഇഷ്ടമില്ല. ഇങ്ങനെ നമ്മളൊക്കെ ചെറുപ്പത്തിലുള്ള കാലം തന്നെയാണ് കേട്ടോ, ഭയങ്കര ഒരു നല്ലൊരു കാലമാണ്. അപ്പം ഞാനിതെന്താ അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ഈ ചക്കൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. നമ്മളിതിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഉണ്ടാവും. ഇത് കൂട്ടത്തോടെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. അത് നമ്മൾ പറ്റി ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഓർമ്മകൾ വന്നപ്പോൾ ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പിന്നെ ചക്ക ആർക്കൊക്കെയാണ് ഇഷ്ടമുള്ളവരുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കാം കേട്ടോ. ചക്ക ഇവിടെ അധികം ഇങ്ങനെ പുളി വെച്ച ചക്ക, അതുപോലെ തന്നെ ചക്ക വറുത്തത്, വേവിച്ചത് വല്ലാതൊന്നും ഇഷ്ടമല്ല. എന്നാലും എടുക്കൊക്കെ ഒന്ന് കിട്ടിയാലൊക്കെ ഒന്ന് കഴിക്കുക എന്നല്ലാതെ. ചില ആൾക്കാർ കാണാൻ ചക്ക ഇങ്ങനെ എപ്പോഴും വേവിച്ച് കഴിക്കുന്നതൊക്കെ, അതൊക്കെ നല്ലതാണ്. അതും ഇവിടെ വലിയൊരു തൃപ്തി ഇല്ല കേട്ടോ. അപ്പം ഞാനിത് മക്കൾക്ക് ഇങ്ങനെ റെഡിയാക്കി വെച്ച് കൊടുത്താൽ ഒരു കഴിച്ചും ചെയ്തോളും, വേസ്റ്റാക്കി ഇട്ടാളും വേണ്ടല്ലോ. നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ചക്കക്കുരു കിട്ടുകയും ചെയ്യും. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ റെഡിയാക്കി എല്ലാം ചുണിയൊക്കെ ഒഴിവാക്കി ഇതിൻ്റെ ഉള്ളിലുള്ള കുരു ഒഴിവാക്കി. ഇനി നമുക്കൊക്കെ എളുപ്പത്തിൽ അങ്ങോട്ട് കഴിച്ചാൽ മതി. ഇനി ഞാൻ ചക്കക്കുരു എടുത്ത് മാറ്റി വെക്കട്ടെ കേട്ടോ. നമുക്കൊന്നുമില്ലാത്ത സമയത്ത് കറി വെക്കാനേ നല്ലതാണ് ചക്കക്കുരു കറി. അപ്പോൾ നമുക്ക് സാമ്പാർ വെക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു ചക്കക്കുരു ഇടുക. അപ്പോൾ ഒരു പരിപ്പും ചക്കക്കുരു, പരിപ്പ് മുരിങ്ങൻ്റെ ഇല, ചക്കക്കുരു, അതിലേക്കൊക്കെ ഈ ചക്കക്കുരു ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ കറി. തേങ്ങ അരച്ചിങ്ങോട്ട് വെക്കണം എന്നല്ലോ. അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും ഉണ്ടായ നല്ല ടേസ്റ്റായി. ഇനി ചക്കനോട് അതുപോലെ പല കാര്യങ്ങളും ചക്കനോട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ഫുഡ് ഹെൽത്തിയാണ് കേട്ടോ ചക്ക എന്ന് പറഞ്ഞാൽ. ഇപ്പം പറഞ്ഞേക്ക ചക്ക നല്ല കഴിക്കണം, ക്യാൻസറിന് വരെ നല്ലൊരു പ്രതിരോധ മരുന്നുമാണ് കേട്ടോ ചക്ക എന്ന് പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചക്കയൊക്കെ ഡിമാൻഡായിന്. ഒരുപാട് ആൾക്കാർ ചക്കയൊക്കെ ഇങ്ങനെ ഓരോന്ന് കേട്ടിട്ട് കൊണ്ടുപോകണമെന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ പ്ലാവും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അടുത്തുള്ളവരൊക്കെ തരുന്നതാട്ടോ ചക്ക. അപ്പോൾ അതിനോട് വലിയൊരു ഡിമാൻഡ് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായാൽ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഞാൻ ചക്കക്കുരുവൊക്കെ ഒന്ന്
മാറ്റിയെടുത്തേക്കട്ടെ. ഇനി മക്കൾ സ്കൂളിൽ വരുമ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായയും ചക്കയും നല്ല ടേസ്റ്റിലിങ്ങനെ കഴിക്കാൻ നമുക്കും ഭയങ്കര തന്നെ കേട്ടോ. ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറേ എണ്ണയിൽ കരിച്ചതും പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ അതിനായിട്ടും നല്ലത് ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. എണ്ണ ഒക്കെ പരമാവധി കുറയ്ക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഞാനിതൊക്കെ റെഡിയാക്കി വെച്ച് ഇനി ഞാനൊന്ന് ചായയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇനി ചായയും കട്ടൻ ചായയും ചക്കയൊന്ന് കഴിച്ചോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റരുത്. ഞാനിങ്ങനെ കഴിക്കട്ടെ. ഓക്കെ, ബായ്.